വളരെ പ്രധാനമായിട്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് അപ്പുറത്തേക്ക് കൂടുതൽ സാധാരണക്കാരിലേക്ക് ചെല്ലുന്നത്, സാധാരണക്കാരെ ഉന്നമിടുന്നത്, ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ, അതാണ് ഈ കേജ്രിവാൾ ഗ്യാരണ്ടിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഒരു സന്ദേശം നൽകാൻ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് മുകളിൽ നിൽക്കുകയാണ് തങ്ങളുടെ ഗ്യാരണ്ടി എന്ന് പറയാൻ കൂടി ആം ആദ്മി ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലേ? അപർണ, അതിനൊരു അല്പം ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം കൂടി പരിശോധിച്ചാൽ അറിയാം എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിലേക്ക് അധികാരത്തിൽ വന്നത്. വലിയ പൊളിറ്റിക്കലായ ഒരു സംസ്ഥാനം, ഇന്ത്യൻ ഭരണം പിടിക്കുന്നത് പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളാൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഡൽഹിയിൽ. അവിടെ ആം ആദ്മി പാർട്ടി ആദ്യം അവതരിപ്പിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ചത് വൈദ്യുതി, എല്ലാവർക്കും വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ, വൈദ്യുതിയുടെ ഉയർന്ന നിരക്ക് ഞങ്ങൾ കുറയ്ക്കും, കുടിവെള്ളം കൃത്യമായി ലഭ്യമാക്കും, സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഡൽഹിയിലൊക്കെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ അത്യന്തം പരിതാപകരമായ അവസ്ഥയായിരുന്നു. അധ്യാപകർ പോലും കൃത്യസമയത്തില്ല, കൃത്യസമയത്ത് ക്ലാസ് തുടങ്ങുകയോ അവസാനിക്കുകയോ ഒന്നുമില്ല. അവിടെയെല്ലാം ഏറ്റവും സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഇടത്തരക്കാർക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിലേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അധിക വരുമാനമുള്ളവർ കടം വാങ്ങിയടക്കം മക്കളെ സ്വകാര്യ സ്കൂളുകളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അവിടേക്കാണ് അവരോട് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഒരുക്കുമെന്ന്. അത്തരം ഒരേ ഗ്യാരണ്ടി തന്നെയാണ് ഇന്ത്യ ആകമാനം കേജ്രിവാൾ വെക്കുന്നത്. അന്ന് കേജ്രിവാൾ ഇത്തരം ഗ്യാരണ്ടിയൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഉറപ്പുകളൊക്കെ നൽകുമ്പോൾ ആളുകൾക്ക് സംശയമായിരുന്നു, എങ്ങനെ ഒരാൾക്ക് ഇത് കഴിയും, വൈദ്യുതി എങ്ങനെ ഒരാൾക്ക് സൗജന്യ നിരക്കിലേക്ക് സാധാരണക്കാർക്ക് വൈദ്യുതി കൊടുക്കാൻ കഴിയും? അത് അസാധ്യമായ ഒന്നാണ്. ഈ ഡൽഹിയിലെ ഈ സ്കൂളുകളൊക്കെ എങ്ങനെ നന്നാക്കാൻ കഴിയും, ആശുപത്രികളൊക്കെ എങ്ങനെ നന്നാക്കാൻ കഴിയും? പക്ഷെ അതെല്ലാം ചെയ്ത് പ്രായോഗിക തലത്തിൽ കാണിച്ചു കൊടുത്ത ഒരാളാണ്. ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബിലും അത് തെളിയിച്ച ഒരാളാണ് ഇപ്പോൾ ഈ ഗ്യാരണ്ടി വെക്കുന്നത് എന്നുള്ള പ്രത്യേകത. അത് ആ പറയുമ്പോൾ രണ്ട് പോയിന്റ് ഇതിനകത്ത് കൃത്യമായിട്ട് കേജ്രിവാൾ പറയുന്നുണ്ട്. ഒന്ന്, രാജ്യത്തെ നോക്കുക, രാജ്യത്ത് ഇത്രയും പേർക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള വൈദ്യുതി രാജ്യത്തുണ്ട്, പക്ഷേ പവർ കട്ട് നിലനിൽക്കുകയാണ്. അതായത് കൃത്യമായി NDA സർക്കാരിനെതിരെ ഒരു ആയുധം എറിയുന്നുണ്ട്. അത് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വൈദ്യുതി ലഭിക്കുന്നില്ല. പക്ഷേ ആ ശേഷി സർക്കാരിനുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്, എന്നിട്ടും പവർ കട്ട് നിലനിൽക്കുകയാണ് എന്ന് പറയുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലും പഞ്ചാബിലും ഈ അവസ്ഥയായിരുന്നു, പക്ഷേ ആ അവസ്ഥ മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നിടത്ത് മോദി സർക്കാർ പാവപ്പെട്ടവർക്ക് വിവേചനം കാണിക്കുകയാണ് എന്നുള്ളൊരു വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ വൈദ്യുതി എന്ന് പറയുന്ന ആദ്യ ഗ്യാരണ്ടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുകൂടി വിലയിരുത്തണ്ടേ? അത് അപർണ, അതിനകത്തൊരു പ്രത്യേക വിഷയം, ആളുകൾക്ക് പെട്ടെന്ന് ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിനെ സഹായം ചെയ്യുമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലമല്ലേ, തെരഞ്ഞെടുപ്പ് കാല വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുമെന്നുള്ള ആശങ്കയൊക്കെ മനുഷ്യർക്കുണ്ടാവും. പക്ഷെ അത് കൃത്യമായി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യക്ക് വേണ്ടത് 2 ലക്ഷം യൂണിറ്റ് വൈദ്യുതി, മെഗാവാട്ട് വൈദ്യുതി ആണെങ്കിൽ ഇന്ത്യക്ക് 3 ലക്ഷം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദ്യുതി സർപ്ലസ് ആവേണ്ട ഒരു രാജ്യമാണ്. ആ ഒരു രാജ്യത്താണ് ഇന്ത്യക്ക് ഇപ്പോഴും ഉത്തരേന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമങ്ങളിലും ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ചില ഗ്രാമങ്ങളിലൊക്കെ ചിലപ്പോൾ 2-3 മണിക്കൂറായിരിക്കും വൈദ്യുതി വരുന്നത്. എന്തിന് ഒരു കാലത്ത് ഡൽഹിയിലടക്കം അത്തരം വൈദ്യുതി പ്രതിസന്ധി ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിലാകെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് പരിഹരിക്കപ്പെട്ടു. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് 24 മണിക്കൂറും വൈദ്യുതി ഉണ്ടാക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ആ ശേഷി കൃത്യമായി വിനിയോഗിക്കുമെന്ന് പറയുന്നു. രണ്ടാമത്, ഇപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെയും സാധാരണക്കാരുടെ മക്കൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു 10-20 വർഷത്തിന് മുമ്പ് പറഞ്ഞാൽ അത് ഉത്തരേന്ത്യയിൽ എത്രത്തോളം എരിക്കുമായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം അതിന് ശക്തി ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് പോലെയല്ല ഇപ്പോഴത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഒക്കെ പോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ ഇടത്തരക്കാരായ മനുഷ്യരുടെ എല്ലാം അവരുടെ മക്കൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വേണം. അവർ മെച്ചപ്പെട്ട കൃഷിക്കാരനായി മാറുകയല്ല വേണ്ടത്, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടി അവർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് അവരുടെ മക്കൾക്ക് മാറാൻ കഴിയണം. അങ്ങനെ മാറാൻ കഴിയണമെങ്കിൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസം ഞങ്ങളുടെ മക്കൾക്ക് ലഭ്യമാകണം. അതിന് കഴിയാത്തവരാണ് മഹാഭൂരിപക്ഷം വരുന്ന രക്ഷകർത്താക്കൾ. അവരോടാണ് പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാം. ഈ മനീഷ് സിസോദിയാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ അത് നടപ്പാക്കിയത്. സിസോദിയയ്ക്ക് അവസാനം ജയിലിൽ ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം. ആ സിസോദിയൊക്കെ നടപ്പാക്കിയ അല്ലെങ്കിൽ ആം ആദ്മി സർക്കാർ നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതി സാധാരണക്കാരായ രക്ഷകർത്താക്കളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ആകെ ഉന്നത നിലവാരത്തിലേക്ക് അവിടുത്തെ സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത് ഈ ആം ആദ്മി സർക്കാരിനാണ്. അത് ഇന്ത്യ ആകമാനം വ്യാപിപ്പിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഗ്യാരണ്ടി ആലോചിക്കണം. ഈ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ 5 ലക്ഷം കോടി രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം കോടി രൂപ രാജ്യത്ത് ആവശ്യമായി വരും. കേന്ദ്ര പകുതി എടുക്കും, ബാക്കി പകുതി സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ തുടക്കം തന്നെ ചോദിക്കേണ്ട ഒരു വിഷയം, ഇത് ഒരു രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി എന്ന രീതിയിലാണ് കേജ്രിവാൾ ഇത് വിഭാവനം ചെയ്യുന്നത്. ആം ആദ്മി ഇതിനെ വിഭാവനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും മറ്റുള്ള ഗ്യാരണ്ടികൾക്ക് നമുക്ക് വരാം, എങ്കിൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ
രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പോകുന്നത് ആം ആദ്മി പാർട്ടിക്ക് എത്ര സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി മുന്നോട്ട് വെക്കാൻ അത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങളായിരിക്കില്ലേ ആദ്യം തന്നെ BJP ഇതിനെതിരെ കൊണ്ടുവരാൻ സാധ്യത? സ്വാഭാവികമായി അപർണ, ഈ ഒരു ചോദ്യം കോൺഗ്രസിന് നേരെയാണ് ഉയരുന്നതെങ്കിൽ കോൺഗ്രസ് സമാനമായ ചോദ്യം ജനങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങൾ പല സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുണ്ടല്ലോ, ആ ഭരിച്ച സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ തരത്തിലേക്ക് സാധാരണ ജനങ്ങൾക്ക് വൈദ്യുതി സൗജന്യ നിരക്കിൽ എത്ര സ്ഥലത്ത് നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു? ഇപ്പോൾ കുറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വെച്ച വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഏകദേശം കഴിഞ്ഞത് ഈ കർണാടകയിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ ഒക്കെ ആയിരിക്കും. അവർ വെച്ച വാഗ്ദാനങ്ങൾ മഹാഭൂരിപക്ഷവും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു ശീലമൊന്നും കോൺഗ്രസിന് കാലാകാലങ്ങളായിട്ട് ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലുമൊക്കെ ചില നല്ല ഭരണം നടത്തുന്നതിനപ്പുറത്തേക്ക് ഇത്തരം വലിയ വാഗ്ദാനങ്ങളൊന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള വൈദ്യുതി ആയാലും വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും ഇത് ഒന്നും സംബന്ധിച്ച വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞു. പക്ഷെ ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെയല്ല. ആം ആദ്മി പാർട്ടി പഞ്ചാബിലായാലും ഡൽഹിയിലായാലും തെളിയിച്ചു അവിടെ വൈദ്യുതി സാധാരണക്കാർക്ക് സാധാരണ നിരക്കിലേക്ക് അല്ലെങ്കിൽ സൗജന്യ നിരക്കിലേക്ക് വൈദ്യുതി ലഭ്യമാക്കാം എന്നവർ തെളിയിച്ചു. അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകാം എന്നവർ തെളിയിച്ചു. അവിടുത്തെ ആശുപത്രികളിൽ മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള ആശുപത്രികൾ നമ്മൾ നേരത്തെ ആലോചിക്കണം. നേരത്തെ ഒരു മലയാളിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും എത്രയോത്തോളം ഒരു ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റം പിടിച്ച ആശുപത്രികളോ ഗവൺമെന്റ് ആശുപത്രികളോ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാലയങ്ങളും ഒക്കെ ആയിരുന്നു. ആ സ്ഥാനത്തേക്കാണ് മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട രീതിയിലുള്ള ആശുപത്രികളും ഒക്കെ അവിടെ സർക്കാർ കാണിച്ചു കൊടുത്തത്, തെളിയിച്ചു കൊടുത്തത്. ഇങ്ങനെയൊക്കെ ഒരു സർക്കാരിന് സാധ്യമാകുമെന്ന് അത്തരമൊരു സർക്കാരും അത്തരമൊരു നേതാവുമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി വെക്കുന്നത്. ഇത് ഇന്ത്യ മുന്നണിക്കാണ്. കെജ്രിവാൾ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ജൂൺ 4 വോട്ടെണ്ണി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി കൂടി പങ്കാളിയായ ഒരു കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിലവിൽ വരും. ആ സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യിക്കും എന്നതുകൂടി ഒരു ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു. ആ രീതിയിൽ, അതായത് നേരത്തെ തന്നെ ആ ഒരു ഷുവർട്ടി ജനങ്ങളിലേക്ക് നൽകാൻ കെജ്രിവാൾ നിൽക്കുന്നു. ആം ആദ്മി പാർട്ടി കൂടി പങ്കാളിയായ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും, അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഞങ്ങൾ സ്വാധീനം ചെലുത്തും. ആ തരത്തിലേക്ക് ഇതൊരു രാജ്യവ്യാപകമായിട്ട് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ്. അല്ലാതെ 1-2 സംസ്ഥാനങ്ങളിൽ മാത്രം ചുരുക്കി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഗ്യാരണ്ടി അല്ല. അങ്ങനെ ആയിട്ടല്ല താൻ സംസാരിക്കുന്നത്. അതൊരു ദേശീയ നേതാവായിട്ട് തന്നെയാണ് എന്നുള്ളൊരു ടോൺ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുണ്ട്. ഇനിയുള്ള 20 ദിവസങ്ങളിൽ രാജ്യമൊട്ടാകെ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെത്തി ഈ തരത്തിലുള്ള ഒരു പ്രചാരണം മറ്റ് നേതാക്കന്മാരെ ഒരുമിപ്പിച്ചുകൊണ്ട് അത് തന്നെയായിരിക്കും ലക്ഷ്യമിടുക. അപർണ, അത് തന്നെയാണ്. നമുക്ക് ആ ഗ്യാരണ്ടി ബാക്കി ഗ്യാരണ്ടികൾ കൂടി എനിക്ക് തോന്നുന്നു നോക്കേണ്ട പ്രധാനപ്പെട്ടതാണ്. വിളകൾക്ക് MSP മിനിമം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു കർഷകന് ഒരു വിള ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചെലവ് എത്രയാവുന്നു, ആ ചെലവിനും കർഷകർക്ക് ലഭിക്കേണ്ട മിനിമം ലാഭവും അടിസ്ഥാനമാക്കിയുള്ള മിനിമം തുക ആ വിളക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ രാജ്യത്ത് കർഷകർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇന്ത്യയെ പോലെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് കൃഷിയാണ്. കൃഷി നേരിട്ടോ അല്ലെങ്കിൽ കൃഷിഭൂമിയുടെ ഉടമകളോ അല്ലെങ്കിൽ കൃഷി ഭൂമിയിൽ തൊഴിലെടുക്കുന്നവരൊക്കെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്നവർ. ഇപ്പോഴും ഇന്ത്യൻ വരുമാനത്തിന്റെ മേജർ പങ്ക് വരുന്നത് കൃഷിയിൽ നിന്നാണ്. അങ്ങനെ കൃഷിക്കാർ കാലങ്ങളായി മോദി സർക്കാരിന് കീഴിൽ വലിയ സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമരങ്ങളൊക്കെ നടത്തുമ്പോഴെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, പല ആവശ്യങ്ങളുണ്ടെങ്കിലും ഒന്നാമത്തെ ആവശ്യം അവർ ഉൽപ്പാദിപ്പിക്കുന്ന വിളയ്ക്ക് ന്യായമായ വില കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ന്യായമായ വില ഉറപ്പാക്കുമെന്ന് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പറയുകയാണ്. ഇതിൽ ഈ സമരം നയിച്ച കർഷകരിൽ മഹാഭൂരിപക്ഷം പേരും ഇപ്പോഴും BJP വോട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ BJP അനുഭാവികളോ ഒക്കെയാണ്. അത് ആലോചിക്കണം. അവരുടെയൊക്കെ അവിടെ UP-യിലടക്കം പശ്ചിമ UP-യിലടക്കം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ കർഷക സമരത്തിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കർഷകരാകെ ഒന്നിച്ചു നിന്ന് നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യുകയും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ സ്വാഭാവികമായും BJP-യിലേക്കാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ രാജേഷ് ടിക്കായത്തിന്റെ മകനൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനടക്കം ഒരു മെച്ചപ്പെട്ട വോട്ട് പോലും നേടാൻ സമരനായകനൊക്കെയാണ്. പക്ഷെ അവരുടെ ഇടയിലേക്കാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ വിശ്വാസ്യതയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് തെളിയിച്ചു കഴിഞ്ഞ ഒരു നേതാവ് അവിടെ പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ കർഷകർക്ക് മിനിമം പ്രൈസ് അവർക്ക് എത്ര രൂപയാണോ നിങ്ങൾക്ക് ഒരു കൃഷി വിള ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചെലവാകുന്നത് അതും ന്യായമായ ലാഭവും അടങ്ങിയ ഒരു തുക സർക്കാർ ഏറ്റവും കുറഞ്ഞ തുകയായി
ഈ കർഷകർക്ക് ഉറപ്പ് നൽകുന്നു. ഇത് കർഷകരെ വലിയ രീതിയിൽ ആകർഷിക്കാനും കാർഷിക മേഖലയെ വളരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്യാരണ്ടി ഈ താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകുക എന്ന് പറയുന്നിടത്ത്. അപ്പോൾ അതിന് മുൻപ് മറ്റൊരു വിഷയം കൂടെ കിരീടം, നമ്മൾ ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുമ്പോൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും മൊഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കും എന്നാണ് കേജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് സ്വകാര്യ ആശുപത്രികൾക്ക് സമാനമായിട്ട് സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തും. വലിയൊരു വിവാദമാകാൻ സാധ്യതയുള്ള ഒരു വിഷയം, വലിയ തട്ടിപ്പിന് ഒക്കെ വഴിവെക്കുന്ന ഇൻഷുറൻസ് ഒഴിവാക്കുമെന്നുള്ളൊരു പരാമർശം കേജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്തൊരു വിഷയം, കേരളത്തെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരു വലിയ ആകർഷകമായ മുദ്രാവാക്യമായി തോന്നാൻ കഴിയില്ല. കാരണം ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും എല്ലാം സജീവമായി നിൽക്കുകയും സാധാരണക്കാരായ ഒരാളിന് പോലും ചികിത്സാ സൗകര്യം ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷ സംസ്ഥാനങ്ങളുടെയും അവസ്ഥ അങ്ങനെയല്ല. ഉയർന്ന പണം കൊടുക്കാൻ ശേഷിയുള്ള സമ്പന്നരായ അല്ലെങ്കിൽ ഇടത്തരക്കാരിൽ തന്നെ സമ്പന്നരായ ആളുകൾക്കല്ലാതെ ഇതിന്റെ ആരോഗ്യത്തിന്റെ ചെലവ് വഹിക്കാൻ കഴിയില്ല. അത് തന്നെ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരുത്തർക്ക് മെച്ചപ്പെട്ട ചികിത്സ 1-2 ലക്ഷം രൂപ ചെലവാകുന്ന ഒരു ചികിത്സയ്ക്ക് ഒരാൾക്ക് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അത് ലഭ്യമാകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കൊക്കെ ആളുകൾ നിൽക്കുന്ന സമയത്താണ് പറയുന്നത് ഈ സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ദരിദ്രരായ മനുഷ്യർക്ക് അവർക്ക് ഏറ്റവും താഴെ തട്ടിൽ മൊഹല്ല ക്ലിനിക്കുകൾ വരുന്നു, ജില്ലാ ആശുപത്രികൾ സ്പെഷ്യാലിറ്റികൾ അടക്കമുള്ള സംവിധാനത്തോടുകൂടി ജില്ലാ ആശുപത്രികൾ വരുന്നു, അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെയാണോ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കടക്കം ആരോഗ്യ സംവിധാനങ്ങൾ ചികിത്സ ഉറപ്പാകുന്നത് അതേ ഏകദേശ മാതൃകയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നൽകുമെന്ന് പറയുമ്പോൾ അതിപ്പോൾ UP-യിലായാലും ഹരിയാനയിലായാലും അല്ലെങ്കിൽ രാജസ്ഥാനിലായാലും ഗുജറാത്തിലായാലും ഈ സംസ്ഥാനങ്ങളൊക്കെ ആളുകൾ സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്താൻ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് വീട്ടിലൊരാൾക്കുള്ള അസുഖം വന്നാൽ, മക്കൾക്കോ തനിക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഒരു അസുഖം വന്നാൽ, വലിയൊരു അസുഖം വന്നാൽ ആ അസുഖത്തിന് എങ്ങനെ പണം കണ്ടെത്തും എന്നുള്ള ആശങ്ക. ഇതൊരു വലിയ ആശങ്കയാണ്. അവർക്ക് വരുമാനത്തിന്റെ വിഷയം, കൃഷിയിൽ നിന്നുള്ള ലഭിക്കുന്ന വരുമാനം, ഈ 3 കാര്യങ്ങളിൽ പ്രധാനമായും അവർ ഉറപ്പ് നൽകുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കാലങ്ങളായി എല്ലാ മനുഷ്യർക്കുമുള്ള ആവശ്യങ്ങളിൽ ഞങ്ങൾ ഉറപ്പ് നൽകും. വിദ്യാഭ്യാസ മേഖല പോലെ തന്നെ അതിനും 5 ലക്ഷം കോടിയാണ് വേണ്ടിവരിക എന്നും ആം ആദ്മി നേതാവ് പറയുന്നു. അതും പകുതി കേന്ദ്രം വഹിക്കും, ബാക്കി പകുതി സംസ്ഥാനമായിരിക്കും വഹിക്കുക എന്ന് പറയുന്നു. മറ്റൊന്നുകൂടി ഈ അഗ്നിവീർ നിർത്തും എന്നുള്ളത്, അതെ, അത് വളരെ രാജ്യസുരക്ഷയായി ബന്ധപ്പെട്ട് രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട് പലതവണ പ്രചാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് തങ്ങൾക്കാണ് എന്ന് അവകാശപ്പെടുന്ന NDAക്ക് BJPക്ക് എതിരായിട്ടുള്ള ഒരു ഗ്യാരണ്ടി കൂടിയാണ് ആ പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം ഇന്ത്യയുടെ ഭൂമി ചൈനീസ് നിയന്ത്രണത്തിൽ നിന്ന് മുക്തമാക്കുമെന്നാണ് ഈ 4ാമത്തെ വാഗ്ദാനത്തിൽ ആം ആദ്മി പാർട്ടി പറയുന്നത്. നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച അഗ്നിവീർ പദ്ധതി റദ്ദാക്കുമെന്നും അതിനകത്ത് പറയുന്നു. അതായത് രാജ്യരക്ഷ, രാജ്യസുരക്ഷ ഇത് NDA മാത്രമായി അവകാശപ്പെടാനുള്ളതല്ല. അതേ നാണയത്തിൽ തന്നെ അതിന് മറുപടിയായി അല്ലെങ്കിൽ അതിന് പകരമായി NDA സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതി തന്നെ നിർത്തലാക്കുമെന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലായിരിക്കുമോ? അപർണ, ഇതിനകത്തൊരു പ്രധാന വിഷയം ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ച് അവൻ്റെ ഒരു ഏറ്റവും സാധാരണ കുടുംബം രക്ഷപ്പെടുന്നത് അവനെ ഏതെങ്കിലും ഒരാൾക്ക് സൈന്യത്തിൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. സൈന്യത്തിൽ ഒരാൾക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അയാൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, ആ സൈന്യത്തിൽ ജോലി കിട്ടുന്ന വഴി കിട്ടുന്ന കുടുംബത്തിന് കിട്ടുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ട്. അവരുടെ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ പങ്കാളികൾക്കും ഒക്കെ കിട്ടുന്ന ചികിത്സാ ആനുകൂല്യങ്ങൾ, അവർ വിരമിച്ചു കഴിഞ്ഞാലും അവർക്ക് ലഭിക്കുന്ന പെൻഷൻ മാത്രമല്ല, ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ അടക്കം അവരുടെ ചികിത്സാ ചെലവടക്കം സർക്കാർ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ ഒരു കുടുംബമാകമാനം രക്ഷപ്പെടുന്നത് പലപ്പോഴും വീട്ടിലെ ഏതെങ്കിലും ഒരാളെ, അല്ലെങ്കിൽ അല്പം ആരോഗ്യമുള്ള, പണ്ട് കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കടക്കം ആരോഗ്യമുണ്ടെങ്കിൽ പട്ടാളത്തിൽ ചേരാം എന്ന് പറഞ്ഞൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതല്ല, ഇപ്പോൾ വിദ്യാഭ്യാസമുള്ളവരടക്കം പട്ടാളത്തിൽ ചേരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും അത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു കുടുംബത്തിന്റെ ജീവിതത്തിന്റെ എത്രയോ പിന്നീടുള്ള എല്ലാ കാലത്തേക്കും സുരക്ഷിതമാവുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ്. ആളുകൾ രാജ്യസ്നേഹവും മറ്റതെല്ലാം പറയുമ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്ക് പട്ടാളത്തിൽ ചേരുന്നതിന്റെ, സൈന്യത്തിൽ ചേരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, സാധാരണ മനുഷ്യരുടെ മുന്നിലെ ലക്ഷ്യം, അവന്റെ കുടുംബം, അതുവഴി അവന്റെ കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്തം സർക്കാർ കൂടി ഏറ്റെടുക്കുകയാണ്. അതുവഴി ആ കുടുംബത്തിന്റെ ഒരു സുരക്ഷിതത്വം ഉണ്ടാവുന്നു. ആ സ്ഥാനത്തേക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള സൈനിക മേഖലയിലേക്കാണ് അഗ്നിവീർ എന്നുള്ള പദ്ധതി കൊണ്ടുവന്നത്. അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നതോടുകൂടി താൽക്കാലികമായ ജീവനക്കാർ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത്, അതുപോലെ താൽക്കാലികമായ ഒരു ജോലി മാത്രമാണ് ഈ അഗ്നിവീർ എന്ന സംവിധാനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് ജീവിത സുരക്ഷയോ അല്ലെങ്കിൽ മറ്റൊന്നും ലഭിക്കുന്നില്ല. തൽക്കാലത്തേക്ക് ഒരു ജോലി ലഭിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കുടുംബം സുരക്ഷിതമാകുന്നില്ല. അതുകൊണ്ട് ഈ അഗ്നിവീർ പദ്ധതി പൂർണ്ണമായി നിർത്തി ഉത്തരേന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിത സ്വപ്നമായി അവരുടെ മക്കൾക്ക് ആർക്കെങ്കിലും സൈന്യത്തിൽ
ജോലി കിട്ടുക, അതുവഴി ആ ഒരു കുടുംബം രക്ഷപ്പെടുക, അത്തരമൊരു സ്വപ്നം കൂടിയാണ്. ഇത് മുന്നോട്ട് വെക്കുമ്പോൾ പ്രധാനമായും കെജ്രിവാൾ പറയുന്നുണ്ട്, ഇപ്പോൾ ചൈനയുടെ അധീന പ്രദേശം, ചൈന പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറയുമ്പോഴുമെല്ലാം പറയുന്നത്, ചർച്ചയാക്കി വെക്കുന്നത് മോദി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, BJP സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും കരുത്തുറ്റ ഗവൺമെന്റാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മത്സരിച്ചപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ രണ്ടാക്കിയ ആളാണ് എൻ്റെ അമ്മുമ്മ, അവരെ കണ്ടുപഠിക്കൂ, ധൈര്യത്തെ നൽകുന്നുണ്ട്. അതുപോലെ എതിരാളികളെ തകർക്കാൻ ഏറ്റവും ശക്തനായ നേതാവ് മോദിയാണെന്ന് പറയുമ്പോൾ മോദി അങ്ങനെ ഒരു ശക്തനായ നേതാവല്ല. ഇപ്പോഴും ചൈന ഇന്ത്യയുടെ പ്രദേശങ്ങൾ മോദിയുടെ ഭരണകാലത്ത് പിടിച്ചെടുത്തിരിക്കുന്നു. ആ പിടിച്ചെടുത്ത വിഷയം വീണ്ടും ചർച്ചയാക്കുക. ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്ന വലിയ സംവിധാനത്തെ, സാധാരണക്കാർ ആഗ്രഹിച്ചിരുന്ന സംവിധാനത്തെ മോദി അതിനെ ഒരു സ്ഥിര സംവിധാനം എന്നത് മാറ്റിക്കൊണ്ട് BJP സർക്കാർ അതിനെ ഒരു താൽക്കാലിക സംവിധാനമാക്കി മാറ്റി അവിടെയും വെള്ളം ചേർത്തു എന്നുള്ള ചർച്ചയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾക്ക് വാഗ്ദാനം, ഒപ്പം തന്നെ അവരുടെ വീഴ്ച ചർച്ചയാക്കുക. യുവാക്കളുടെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുമുണ്ട്. 2 കോടി തൊഴിലവസരങ്ങൾ കൂടിയാണ് ഇതിനകത്ത് നരേന്ദ്രമോദി പറയുന്നത്. അതായത് തൊഴിലില്ലായ്മ ഏത് തരത്തിലാണോ, വിദ്യാഭ്യാസം ഏത് തരത്തിലാണോ, ആരോഗ്യ മേഖല, സൗജന്യ ചികിത്സ അടക്കമുള്ള വിഷയങ്ങൾ ഈ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ടത്, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കണ്ടുകൊണ്ട് കൂടിയാണ് 2 കോടി തൊഴിലവസരങ്ങൾ 1 വർഷത്തിനകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 1 വർഷത്തിനകം തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് യുവാക്കളായിട്ടുള്ള വോട്ടർമാരെ കൂടുതൽ ആകർഷിക്കാനുള്ള, ആ ഒരു വിഭാഗത്തെ കൂടുതൽ സ്വാധീനിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി തന്റെ കെജ്രിവാൾ ഗ്യാരണ്ടി ഇതാ മുന്നോട്ട് വെക്കുന്നു എന്ന് കെജ്രിവാൾ. എനിക്ക് തോന്നുന്നു അപർണ, ഈ കെജ്രിവാൾ ഇതൊരു ഗ്യാരണ്ടി മുന്നോട്ട് വെച്ച് വാഗ്ദാനങ്ങൾ, അത് ഒരു തരത്തിൽ. മറ്റൊരു വലിയ BJP ഇതുവരെയും തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, കോൺഗ്രസ് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും പ്രസ്താവനകളുടെ പേരിലൊക്കെ പോയി വെട്ടിലാവുന്നു, അല്ലെങ്കിൽ BJP നിശ്ചയിക്കുന്ന അജണ്ടയ്ക്ക് ഒപ്പം മറ്റു പാർട്ടികൾക്ക് നിൽക്കേണ്ടി വരിക. ഇവിടെ BJPയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ BJP ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. ഇപ്പോൾ പിത്രോദയുടെ പ്രസ്താവന വന്നപ്പോൾ എന്താണ്, കോൺഗ്രസ് ആണ് പ്രതിസന്ധിയിലായത്. അങ്ങനെ BJP ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം അങ്ങനെ ഉണ്ടായില്ല. അല്ലെങ്കിൽ കർണാടകയിലെ ഈ മറ്റേ അശ്ലീല വീഡിയോ സംബന്ധിച്ച വിഷയങ്ങളൊക്കെ അതുപോലെ BJP നേരിട്ടുള്ള വിഷയമല്ല. പക്ഷെ BJPയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രസ്താവനയാണ് വെക്കുന്നത്. എങ്ങനെയാണോ 2004 നരേന്ദ്രമോദി BJPയിൽ സമ്പൂർണ്ണ ആധിപത്യം പിടിച്ചെടുക്കുന്നത്, അന്ന് വരെ BJPയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ LK അദ്വാനി, BJPയുടെ സ്ഥാപക നേതാവൊക്കെ ആയിരുന്ന LK അദ്വാനി അടക്കമുള്ള, മുരളി മനോഹർ ജോഷി അടക്കമുള്ളവർ, ഈ അവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു തലമുറ, അല്ലെങ്കിൽ അവർക്ക് ശേഷം വന്ന തലമുറ 75 വയസ്സ് എന്നൊരു നിർദ്ദേശം വെക്കുന്നു. അതെ, ആ ഒരു തലമുറ മാറ്റം ഇനി നടക്കാൻ പോവുകയാണ്. അതായത് ഒരു അധികാര മാറ്റം നടക്കാൻ പോവുകയാണ്. അമിത്ഷാ മുന്നോട്ട് വരികയാണ്. അങ്ങനെ മോദി വിരമിക്കുന്നു, അമിത്ഷാ എത്തുന്നു, തൊട്ടുപിറകെ യോഗി ആദിത്യനാഥിന്റെ പേര് കൂടെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിഷയം. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വലിയ രീതിയിൽ കെജ്രിവാളിന് പ്രാധാന്യം കൊടുക്കണ്ട, മറുപടി കൊടുക്കണ്ട എന്നുള്ളൊരു നയം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ തന്നെ അമിത്ഷാ ഇതിനൊക്കെ മറുപടി പറയേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിതമാക്കി. ഇത് പറയുമ്പോൾ ഇത് ഇദ്ദേഹം മാത്രം, കെജ്രിവാൾ മാത്രമല്ല, രേവന്ത് റെഡ്ഡിയും ഇതേ വാചകം തന്നെയാണ് ഉന്നയിച്ചത്. ഇത് സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വരും ദിവസങ്ങളിൽ ഈ വിഷയം ഉന്നയിക്കും. 75 വയസ്സ്, നേരത്തെ തന്നെ അമിത്ഷായുടെ പ്രസംഗങ്ങളെല്ലാം ഇപ്പോൾ വ്യാപകമായി കോൺഗ്രസ് എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 75 വയസ്സ് കഴിഞ്ഞവർ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം സെപ്റ്റംബറിൽ മോദിക്ക് 75 വയസ്സ് തികയുകയാണ്. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പരാമർശം ഇതുവരെ മറ്റൊരു നേതാവോ മറ്റൊരു പ്രചാരണ തലത്തിലോ അത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യം. അത് പലപ്പോഴും അപർണ അങ്ങനെയാണ്, നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒക്കെ വരുമ്പോൾ ഈ നോർമൽ സിറ്റുവേഷനിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻ ചിന്തിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ച് കെജ്രിവാൾ 50 ദിവസം ജയിലിലായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യേകിച്ച് വലിയ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ജാമ്യം കിട്ടുന്നതിന് ഒരു തരത്തിൽ പറഞ്ഞാൽ, കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഭാഷയിലൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുതം എന്നൊക്കെയുള്ള മട്ടിലാണ് അവരടക്കം പ്രതികരിച്ചത്. അങ്ങനെ ഒരു ന്യായമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. അല്ല, ഏറെക്കുറെ ഒരു കാര്യം, ഇപ്പൊ നേരത്തെ രേവന്ത് റെഡ്ഡിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് അതൊരു രാഷ്ട്രീയ വിശകലനമായിട്ട് ചോദിക്കുകയാണ്. ഏറെക്കുറെ ഇതൊരു ഒറ്റയാൾ പട്ടാളം അല്ലെങ്കിൽ ഒറ്റയാൾ പോരാട്ടം പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? കെജ്രിവാൾ നേരിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് BJPയുടെ കോർ വിഷയങ്ങളിലേക്ക് കടക്കുക, നേരിട്ട് മോദിയിലേക്ക് വിമർശനം ഉന്നയിക്കുക, അവരുടെ പാർട്ടി സംഘടനയുടെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങൾ പോലും പുറത്തെടുത്തു കൊണ്ടുവന്ന് അത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് കെജ്രിവാൾ
ശ്രമിക്കുന്നു. മറ്റ് ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ നേതാക്കളൊന്നും രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നതിന് നേരെ മറ്റൊരു തരത്തിലേക്ക് കേജ്രിവാൾ എത്തിക്കുന്നു. അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ബാക്കപ്പ്, ഒരു സപ്പോർട്ട് മറ്റ് നേതാക്കന്മാരുടെ സ്വാഭാവികമായും അവർ അത്തരമൊരു സപ്പോർട്ടിലേക്ക് മറ്റ് നേതാക്കളടക്കം എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ ബി ജെ പിക്കുള്ളിലേക്ക് നരേന്ദ്രമോദിയാണ് അടുത്ത പ്രധാനമന്ത്രി എന്നതിൽ ബി ജെ പിക്കാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും യാതൊരു സംശയവുമില്ല. സാധാരണ ജനങ്ങൾക്ക് കേരളത്തിൽ പോലും ആ തരത്തിലാണല്ലോ സാധാരണ ജനങ്ങൾക്ക് അത്തരത്തിലൊരു സംശയമൊന്നുമില്ല. നരേന്ദ്രമോദി തന്നെ പൂർണ്ണമായി നിൽക്കുമെന്നൊക്കെ അറിയാം. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നേരത്തെ പറഞ്ഞ 75 വയസ്സാകുമ്പോൾ എൽ കെ അദ്വാനിയെ പോലെ പ്രധാനപ്പെട്ട നേതാവിനെ അല്ലെങ്കിൽ മുരളി മനോഹർ ജോഷിയെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഇവരെയൊക്കെ മാറ്റി നിർത്തിയതല്ലേ നിങ്ങൾ? അന്ന് പറഞ്ഞതല്ലേ 75 വയസ്സ്? ആ 75 വയസ്സ് നരേന്ദ്രമോദിക്ക് ബാധകമല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ബാധകമല്ല? ഇത് പറയേണ്ടി വരികയാണ്. എന്തുകൊണ്ട് ബാധകമല്ല? അദ്വാനിക്ക് അതുവരെ ഉണ്ടായിരുന്ന അദ്വാനിയെ മാറ്റി നിർത്താൻ വേണ്ടി എടുത്ത മാനദണ്ഡം എന്തുകൊണ്ട് മോദിക്ക് ബാധകമാകുന്നില്ല? അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ വിജയം ആവർത്തിച്ച മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് ബാധകമായിരുന്ന ഒരു ഏതെങ്കിലും ഒരു നിബന്ധന, അല്ലെങ്കിൽ രമൺ സിംഗിന് ബാധകമായിരുന്ന ഒരു നിബന്ധന, അല്ലെങ്കിൽ വസുന്ധര രാജ് സിന്ധ്യയ്ക്ക് ബാധകമായിരുന്ന നിബന്ധന എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ബാധകമാകുന്നില്ല എന്നത് വിശദീകരിക്കേണ്ടി വരിക എന്നത് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചാലും ഗ്യാരണ്ടിയുടെ വിഷയങ്ങളിലേക്ക് കടക്കണം. ഒപ്പം കേജ്രിവാൾ ഇന്ന് എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ ഗ്യാരണ്ടി, തന്റെ 10 ഗ്യാരണ്ടി വ്യക്തമാക്കിയത് എന്ന് കൂടി കേൾക്കണം.